അക്ഷരാർത്ഥത്തിൽ ഇതൊരു പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. ഇതൊരു ഇൻ്റർവ്യൂ അല്ല. എല്ലാത്തിനെക്കുറിച്ചും എല്ലാം അറിയാവുന്ന ഒരാൾക്ക് UPSCയുടെ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ ടോപ്പ് മാർക്ക് കിട്ടണമെന്നില്ല. ഞാനൊരു 5 ഫുട്ബോൾ കളിക്കാരുടെ പേര് പറയാം. അവരേത് ക്ലബിന് വേണ്ടിയാണ് കളിക്കുന്നത്, ഏത് പൊസിഷനിലാണ് കളിക്കുന്നത്, അവരുടെ കളിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ളത് പറഞ്ഞാൽ മതി. കൂടുതൽ ഒന്നും പറയണ്ട. എനിക്കുണ്ടായ ആദ്യത്തെ തിരിച്ചറിവ്, അത് ശരിക്കും നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇതിന് ഇത്രയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, UPSCയുടെ പേഴ്സണാലിറ്റി ടെസ്റ്റിന് എങ്ങനെ തയ്യാറെടുക്കാം എന്നതിനെക്കുറിച്ച് എനിക്കുള്ള കുറച്ച് ആശയങ്ങൾ ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാം. ഇത് പലരും പറഞ്ഞും വായിച്ചുമൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഇതൊരു വളരെ എന്താ പറയുക, ഒരു ബാലികേറാമലയാണെന്നോ അല്ലെങ്കിൽ ഭയങ്കര കുഴയ്ക്കുന്ന ഒരു പ്രശ്നമാണ് ഈ UPSC പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നോ ഒക്കെ. ഈ UPSC പേഴ്സണാലിറ്റി ടെസ്റ്റ് 3 തവണ അറ്റൻഡ് ചെയ്ത ഒരാളാണ് ഞാൻ. അതേപോലെ ധാരാളം സുഹൃത്തുക്കളുടെ പേഴ്സണാലിറ്റി ടെസ്റ്റിനുള്ള തയ്യാറെടുപ്പിൽ ഒപ്പമുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. മറ്റ് പലരെയും പിന്നീടുള്ള ബാച്ചുകളിൽ പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കാനുള്ള അവസരവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. ഈ UPSCയുടെ പേഴ്സണാലിറ്റി ടെസ്റ്റിനെ പലരും ഇൻ്റർവ്യൂ എന്ന് എളുപ്പത്തിന് നമ്മൾ പറയാറുണ്ട്. UPSC ഇൻ്റർവ്യൂ ഉണ്ടെന്ന് നമ്മളങ്ങനെ പറയുമെങ്കിലും ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഇതൊരു പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. ഇതൊരു ഇൻ്റർവ്യൂ അല്ല. എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂവും പേഴ്സണാലിറ്റി ടെസ്റ്റും, അത് തമ്മിൽ എന്താണ് വ്യത്യാസം? ഈ ഇൻ്റർവ്യൂവിന് പലപ്പോഴും നമുക്കെത്ര നോളജ് ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റാണ് നടക്കാറ്. പേഴ്സണാലിറ്റി ടെസ്റ്റ് ശരിക്കും അങ്ങനെയല്ല. അത് പ്യുവർലി ഒരു നോളജിൻ്റെ ടെസ്റ്റ് അല്ല. നോളജ് ഈസ് ഓൺലി എ മീൻസ് ടു എൻ എൻഡ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ആത്യന്തികമായി അതൊരു വിസ്ഡമിൻ്റെ ഒരു ടെസ്റ്റാണ്. ഹൗ യു അപ്രോച്ച് തിങ്സ്, ഹൗ യു ലുക്ക് അറ്റ് തിങ്സ്. അപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നതിനാവശ്യമായ ഒരു നോളജ് നമുക്ക് സ്വാഭാവികമായും ഉണ്ടാവണം. UPSCയെക്കുറിച്ച് എനിക്കുള്ള ഈ പരീക്ഷയുടെ 3 സ്റ്റേജസ് ഉണ്ടല്ലോ, ഇതിനെക്കുറിച്ച് എനിക്ക് വളരെ എൻ്റേതായൊരു ടേക്ക് ഉണ്ട്. അതായത് ഈ പരീക്ഷയിൽ ശരിക്കും ഏറ്റവും വിവരം ആവശ്യമുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിലിംസാണ്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി നോളജ് ഇൻറ്റൻസീവ്. കാരണം അതിനകത്ത് കറക്റ്റ് ഒരു ശരി ഉത്തരമുണ്ട്, ഒരു തെറ്റുത്തരമുണ്ട്, വേറെ ഒന്നും അതിൽ ചെയ്യാനില്ല. ആ ഉത്തരം ശരിയാണെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. മെയിൻ പരീക്ഷ വരുമ്പോഴത്തേക്കും സിഗ്നിഫിക്കൻ്റ്ലി നോളജ് ഇൻറ്റൻസീവ് ആണ്. പക്ഷേ അതോടൊപ്പം തന്നെ കുറച്ച് നമ്മുടെ കാഴ്ചപ്പാടൊക്കെ മുന്നോട്ട് വെക്കാനുള്ള ഒരു സ്കോപ്പ് കൂടി അതിനകത്തുണ്ട്. പക്ഷേ ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് വരുമ്പോൾ നോളജിൻ്റെ റെലവൻസ് ആസ് സച്ച് വളരെ താഴേക്ക് പോവുകയും എന്നാൽ ഈ നോളജിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന നമ്മുടെ ഒരു വ്യൂ ഉണ്ടല്ലോ കാര്യങ്ങളെക്കുറിച്ചുള്ള, അതിന് വളരെയധികം പ്രാധാന്യം വരികയും ചെയ്യും. അപ്പോൾ ഈ നല്ല വ്യൂ ഉണ്ടാവണമെങ്കിൽ നല്ല നോളജ് വേണം, ആ കാര്യത്തെക്കുറിച്ച് തർക്കമില്ല. പക്ഷേ നോളജ് ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല. എല്ലാത്തിനെക്കുറിച്ചും എല്ലാം അറിയാവുന്ന ഒരാൾക്ക് UPSCയുടെ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ ടോപ്പ് മാർക്ക് കിട്ടണമെന്നില്ല. കിട്ടാൻ സാധ്യത വളരെ കുറവാണ് ശരിക്കും. അങ്ങനെ ആ നോളജിനെ കൺവെർട്ട് ചെയ്ത് നല്ലൊരു കാഴ്ചപ്പാടായി മാറ്റാൻ സാധിച്ചാൽ മാത്രമേ, നല്ലൊരു വ്യക്തിത്വം ഉണ്ടാവുന്നതിന് ഈ നോളജിനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ UPSC പേഴ്സണാലിറ്റി ടെസ്റ്റിൽ നല്ല സ്കോർ കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇത്രയും വർഷം പലരെയും പരിശീലിപ്പിച്ചുള്ള എൻ്റെ പരിചയത്തിൽ നിന്ന് ഞാനൊരു പാറ്റേൺ ശരിക്കും കാണാറുണ്ട് UPSC ഇൻ്റർവ്യൂ സ്കോർസിനകത്ത്. ചിലർക്ക് സ്ഥിരമായി 200+ മാർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും, ചിലർക്ക് സ്ഥിരമായി വളരെ ലോ മാർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് അനലൈസ് ചെയ്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ 2 കാറ്റഗറി ഓഫ് ആൾക്കാരോട് സംസാരിക്കുമ്പോഴേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ സെക്കൻഡ് കാറ്റഗറി ഓഫ് ആൾക്കാർ, അതായത് ഈ ടോപ്പ് മാർക്ക് വാങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ ശരിക്കും ഈ പേഴ്സണാലിറ്റിയിലൂടെ ഇതിനെ അവരുടെ വ്യക്തിത്വം കൊണ്ട് ഈ ചോദ്യങ്ങളെ സമീപിക്കുന്ന ഒരു രീതി അവർക്കുണ്ട്. അതേസമയം
ഈ ലോ മാർക്ക് കിട്ടുന്ന ആൾക്കാർക്ക് പലപ്പോഴും കൺസിസ്റ്റൻ്റ്ലി മിസ്റ്റേക്സ്, ഒരു ചില പ്രത്യേകതരം മിസ്റ്റേക്സ് ഉണ്ട്. ഈ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ എയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ബിയെക്കുറിച്ച് സംസാരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും ലോ മാർക്സ് കിട്ടുന്നതെന്നൊന്നും ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ക്വിസ് ആണെന്നുള്ള ഒരു ധാരണയിലാണ് പലപ്പോഴും ആദ്യമായി നമ്മൾ പേഴ്സണാലിറ്റി ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പോകാറുള്ളത്. അതായത് കൂടുതൽ നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാം, ആ ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും ശരി ഉത്തരം പറയുന്നതോടുകൂടി നമുക്ക് വളരെ നല്ല മാർക്ക് കിട്ടുന്നു എന്നൊക്കെയുള്ള പല ധാരണകളും നമുക്കുണ്ടായിരിക്കും. പക്ഷേ ശരിക്കും ഇതൊരു ക്വിസ് അല്ല. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, അതിനൊരു കറക്റ്റ് ആൻസർ പറഞ്ഞു, അതോടുകൂടി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അങ്ങനെ പോകുന്നൊരു പരിപാടി അല്ല ഇത്. പക്ഷേ എൻ്റെ ഒരു അനുഭവം, ഞാൻ ആദ്യമായി പ്രിപ്പറേഷൻ ആരംഭിക്കുന്നത് 2009 2010 ഞാൻ പരീക്ഷ എഴുതി. 2011 ഞാൻ ആദ്യമായി ഇൻ്റർവ്യൂവിന് പോയി. ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് 2011 ജനുവരി ഫെബ്രുവരി സമയത്തായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് ഇത്ര ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു നന്നായി പ്രിപ്പയർ ചെയ്ത് കറണ്ട് അഫെയറൊക്കെ വായിച്ച് മെയിൻസിനൊക്കെ പ്രിപ്പയർ ചെയ്തതിൻ്റെ ഒരു തുടർച്ചയായി പേപ്പറൊക്കെ വായിച്ചെല്ലാം നല്ല പ്രിപ്പയർ ചെയ്ത് അവിടെ എത്തിയാൽ ഇത് ഭംഗിയായി പോകുമെന്ന് കരുതി. അവിടെ എത്തി ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. ഒരു ചോദ്യം ചോദിച്ചു, ഉത്തരം പറഞ്ഞു. രണ്ടാമത്തേന് ചോദിച്ചു, ഉത്തരം പറഞ്ഞു. ഇതിങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതൊരു ബാക്ക് ആൻഡ് ഫോർത്ത് ക്വിസ് ലെവലിലേക്ക് ഇതാകെ ഡീഗ്രേഡ് ചെയ്തു. പക്ഷെ അന്ന് ഇതിനെ പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലാക്കാനുള്ള അറിവോ പക്വതയോ എനിക്കില്ലായിരുന്നു. അപ്പോൾ എന്തായാലും അതൊരു വളരെ ആവറേജ് പേഴ്സണാലിറ്റി ടെസ്റ്റായി അത് പീറ്റർ ഔട്ട് ചെയ്തു. ഡിൻ വർക്കൗട്ട് വെരി വെൽ. പക്ഷെ കുഴപ്പമില്ല, 170 മാർക്കോ മറ്റോ കിട്ടി. അന്ന് 300-ലാണ് ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇന്ന് 275-ലാണല്ലോ. പക്ഷെ അതിനകത്ത് 1-2 ചോദ്യങ്ങൾ ആ അറ്റംപ്റ്റിൽ എനിക്ക് ഈ ഇൻ്റർവ്യൂ പോയെങ്കിലും എനിക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ക്ലിയർ ആയില്ല ആ വർഷം. അതിനടുത്ത വർഷം പരീക്ഷ എഴുതിയപ്പോൾ എനിക്ക് മെയിൻസ് ഒട്ട് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് കുറേ നാൾ ഇതിനെപ്പറ്റി ചിന്തിക്കാൻ സമയം കിട്ടി. അന്ന് ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് കുറച്ചുകൂടി നന്നായി കൊടുത്തിരുന്നെങ്കിൽ എന്തെങ്കിലും അന്ന് കട്ട് ഓഫ് മിസ്സാവുന്നത് എനിക്ക് തോന്നുന്നു ഒരു 10 മാർക്കിനോ അങ്ങനത്തെ ചെറിയൊരു സ്കോറിനാണ്. അപ്പോൾ 170-ന് പകരം ഒരു 180 ഉണ്ടായിരുന്നെങ്കിൽ. കാരണം ഇത് UPSCയുടെ ഒരു വലിയ വേദനാജനകമായ പ്രശ്നം. ഒരു പ്രാവശ്യം അവിടം വരെ എത്തിയാലും കിട്ടിയില്ലെങ്കിൽ വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങണം. എൻറ്റയർലി പ്രിലിംസ് തൊട്ട് എഴുതി ഇത് മുഴുവൻ വീണ്ടും. കാരണം അപ്പം നമുക്ക് ഒന്നാമത് ഈ ഫെബ്രുവരി മാർച്ചിലൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്ത് മെയ് ആകുമ്പോൾ റിസൾട്ടൊക്കെ വരും. അടുത്ത പരീക്ഷ ജൂണിൽ തന്നെ വരും അന്ന്. അപ്പോൾ ഇതിനെക്കുറിച്ച് ദുഃഖിച്ചിരിക്കാൻ പോലുള്ള ഒരു സമയം, ഒന്ന് ഗ്രീവ് ചെയ്യാനുള്ള ടൈം പോലും തരാതെയാണ് അടുത്ത സൈക്കിൾ ആരംഭിക്കുന്നത്. വീണ്ടും തുടങ്ങണം. അപ്പം ഇങ്ങനെ അടുത്ത സൈക്കിൾ പ്രിപ്പറേഷനിലേക്ക് പോയി. ദൗർഭാഗ്യവശാൽ ആ വർഷം കിട്ടിയില്ല. അപ്പം ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ഞാനിങ്ങനെ ആലോചിച്ചു, എങ്ങനെ ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു. അപ്പോൾ ഒരു വർഷത്തോളം ഇതിനെക്കുറിച്ച് നിരന്തരമായി ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിനെ ശരിക്കും അപ്രോച്ച് ചെയ്യേണ്ടത് ഇങ്ങനെയേ അല്ല, മറ്റൊരു സമീപനം വേണം. ശരിക്കും ഈ തിരിച്ചറിവിൻ്റെ തുടക്കം വരുന്നത് ആദ്യ പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെ ഏകദേശം പാതി വഴി എത്തിയപ്പോഴാണ്. അപ്പോൾ ഞാൻ എഞ്ചിനീയറാണ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്. അപ്പോൾ ഫെയർലി ഫ്രഷ് ഔട്ട് ഓഫ് കോളേജ്, ഒരു വർഷം പ്രിപ്പയർ ചെയ്തു, ഇൻ്റർവ്യൂവിൽ ഞാൻ പോകുന്നു. അപ്പം മറ്റ് വർക്ക് എക്സ്പീരിയൻസോ ദീർഘമായ കാര്യങ്ങളോ ഒന്നും എൻ്റെ ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്ന ഒരു ഫോം നമ്മൾ ഫില്ല് ചെയ്യുമല്ലോ, ഡാഫിനെ അടിസ്ഥാനമാക്കിയാണ് UPSC പേഴ്സണാലിറ്റി ടെസ്റ്റ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ചോദിക്കാൻ വേറെ ഫെർട്ടൈലായുള്ള മേഖലകളൊന്നും ആ ഡാഫിനകത്തില്ല, ഈ എഞ്ചിനീയറിംഗ് മാത്രമേ ഉള്ളൂ. ഇതാണെങ്കിൽ ഈ ഗ്രാജുവേഷൻ സബ്ജക്റ്റ് വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ്. കാരണം അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് നമുക്ക് പലപ്പോഴും ഏറ്റവും, കാരണം അവരുടെ വിചാരം നമുക്കിതിനെക്കുറിച്ച് അറിയാം എന്ന ധാരണയിലാണ് പലപ്പോഴും ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ ചെയ്ത പ്രോജക്റ്റിനെ പറ്റിയും മറ്റു കാര്യങ്ങളെ പറ്റിയും നിരവധി ചോദ്യങ്ങളൊക്കെ വന്നു. പക്ഷെ ഒരെണ്ണത്തിന് പോലും എന്താ പറയുക, ഒരു ഇൻ്റർവ്യൂ ലെവലിന് അപ്പുറമുള്ളൊരു ഉത്തരം എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഉദാഹരണത്തിന് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് ചെയ്ത പ്രോജക്റ്റ് ഒരു ഹോവർ ക്രാഫ്റ്റ് ഉണ്ടാക്കലായിരുന്നു. അപ്പോൾ എന്നോട് UPSC ബോർഡ് ചോദിച്ചത് ഈ ഹോവർ ക്രാഫ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് വളരെ സാങ്കേതികമായൊരു ഉത്തരമാണ് ഞാൻ അന്ന് കൊടുത്തത്. ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഒരിക്കലും ശരിക്കും അത്തരത്തിലല്ല, അതിനൊരു വളരെ പ്രാക്ടിക്കലായ ഒരു സമീപനമാണ്. ഹോവർ ക്രാഫ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതിന് ബ്രേക്ക് ഇല്ല എന്നുള്ളതാണ്.
പെട്ടെന്ന് അത് ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള അത് അവരെന്നോട് എനിക്ക് പറഞ്ഞു തന്നു അന്ന് ബോർഡ്. അപ്പോൾ പക്ഷേ അതിന് പകരം ഞാനതിന് ഒരു എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പരിമിതമായി നിന്നുകൊണ്ടൊക്കെയാണ് അതിന് ഉത്തരം പറഞ്ഞത്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ നിന്ന് പേഴ്സണാലിറ്റി ടെസ്റ്റിലേക്കുള്ള ഇതിൻ്റെ ഒരു പരിണാമം എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് ആ ഇൻ്റർവ്യൂവിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് ശരിക്കും വെളിച്ചം കിട്ടുന്നത്. എന്തായാലും അതിനകത്ത് വളരെ ഒരു ചോദ്യം ശരിക്കും എൻ്റെ മനസ്സിൽ തട്ടി നിന്നു. അതിനകത്ത് ഒരു ചോദ്യം എന്നോട് ബോർഡ് ചോദിച്ചത്, എന്തിനാണ് നിങ്ങൾ എൻജിനീയറിങ്ങിൽ നിന്ന് സിവിൽ സർവീസിലേക്ക് വരുന്നത്? വൈ ഡു യു വാണ്ട്? കാരണം ഗവൺമെൻറ്റും സർക്കാരും ഇത്രയും പൈസയൊക്കെ ചിലവാക്കി നിങ്ങളെ ഒരു എൻജിനീയർ ആക്കി മാറ്റി. നമുക്കൊരു എഡ്യൂക്കേഷൻ കിട്ടുന്നതിൽ സ്റ്റേറ്റിനൊരു വലിയ റോളുണ്ടല്ലോ. അപ്പോൾ അത് മുഴുവൻ പാഴായി പോയില്ലേ നിങ്ങൾ സിവിൽ സർവീസിലേക്കാണ്? നിങ്ങൾ പിന്നീട് എൻജിനീയറിംഗ് ഒന്നും ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ അന്ന് ഞാൻ കൊടുത്ത ഉത്തരം ശരിക്കും വളരെ പിന്നീട് ആലോചിക്കുമ്പോൾ എനിക്ക് വളരെ ക്രിഞ്ച് വർത്തിയായി ഒക്കെ തോന്നാറുണ്ട്. എങ്കിലും ഞാനതിന് കൊടുത്ത മറുപടി, സാർ UPSC എല്ലാ ഗ്രാജുവേറ്റ്സിനും അപ്ലൈ ചെയ്യാമല്ലോ, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഏതാണ്ട് ആ ഒരു ലൈനിലാണ് നമ്മൾ അതിന് മറുപടി കൊടുത്തത്. എന്തായാലും ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ ധാരാളം സമയം പിന്നീട് കിട്ടി. 1.5 കൊല്ലം ഇഷ്ടം പോലെ കിട്ടിയത് കൊണ്ട് ഇരുന്ന് ആലോചിക്കുകയും ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്നും ഒക്കെ ഉള്ള കാഴ്ചപ്പാടിലേക്ക് എത്തി. എന്തായാലും 3ാമത്തെ പ്രാവശ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും UPSC ഇൻ്റർവ്യൂവിനെ കുറിച്ചുള്ള കാര്യത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടും ഇതിനെങ്ങനെ സമീപിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ടോട്ടലി ഡിഫറെൻ്റ് ഐഡിയ ആയിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്കുണ്ടായ ആദ്യത്തെ തിരിച്ചറിവ്, അത് ശരിക്കും നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇതിന് നോളജ് ഈസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബട്ട് നോട്ട് ബിയോണ്ട് എ പോയിൻറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വളരെ കംഫർട്ടിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമൊന്നും കൊടുക്കണമെന്നില്ല. എല്ലാ ചോദ്യത്തിനും ഉത്തരം വേണ്ട. ഇതിങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റ് വെച്ച് ക്വിസിട്ട് പോവല്ലോ. ചില സാധനത്തിനൊന്നും ഉത്തരം കൊടുത്തില്ലെങ്കിലും അറിയാതിരിക്കുന്നതൊക്കെ സ്വാഭാവികമാണ്. ഭൂമിയിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് അറിയാനൊന്നും സാധിക്കൊന്നുമില്ല. അതേസമയം നമ്മുടെ വ്യക്തിത്വം പുറത്തു വരുന്ന വിധത്തിൽ, നമ്മുടെ ചിന്തകൾ പുറത്തു വരുന്ന വിധത്തിൽ കുറച്ച് ചോദ്യങ്ങൾക്കെങ്കിലും നമുക്ക് ഒരു ഉത്തരം കൊടുക്കാൻ കഴിയണം. ഈ ഉത്തരം ആ തരത്തിൽ നമ്മുടെ വ്യക്തിത്വം പുറത്തേക്ക് വരണമെങ്കിൽ ഒരു ക്വിസിനകത്ത് ഒരിക്കലും നമ്മുടെ പേഴ്സണാലിറ്റി പുറത്തു വരില്ല. ഒരു കോൺവെർസേഷൻ നടന്നെങ്കിൽ മാത്രമേ നമ്മുടെ പേഴ്സണാലിറ്റി പുറത്തു വരുള്ളൂ. ഒരു സംഭാഷണത്തിലേക്ക് പോകാൻ കഴിയണം. ഒരു കാര്യത്തെക്കുറിച്ച് കുറച്ചധികം ആഴത്തിലേക്ക് സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ ആരാണെന്നുള്ളത് മനസ്സിലാക്കാൻ UPSC ഇൻ്റർവ്യൂ ബോർഡിന് സാധിക്കുകയുള്ളൂ. അങ്ങനെ സാധിക്കണമെങ്കിൽ നമ്മൾ സംസാരിക്കണം. ഉത്തരം കൊടുത്താൽ പോരാ, നമ്മൾ അതിനെക്കുറിച്ച് പറയണം. നമുക്കൊരു ചോദ്യം ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളോടൊരു കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്താൽ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളെക്കുറിച്ചും നമുക്കതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണെന്നതിനെക്കുറിച്ചും അതെങ്ങനെ മനുഷ്യരെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ കുറച്ചൊരു സംഭാഷണത്തിൽ ഏർപ്പെടാൻ നമുക്ക് പറ്റണം. അങ്ങനെ പെട്ടെന്ന് ഇത് എളുപ്പം സാധിക്കില്ല. അത് സാധിക്കണമെങ്കിൽ ആ തരത്തിൽ തന്നെ അതിന് തയ്യാറെടുക്കണം. ഈ തരത്തിലൊരു കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിനുവേണ്ടി കോൺഷ്യസ്ലി പ്രിപ്പയർ ചെയ്താലേ അത് ചെയ്യാൻ കഴിയുള്ളൂ. അത് ഞാൻ ചെയ്തു 2ാമത്തെ പ്രാവശ്യം പോകുമ്പോൾ. അപ്പോൾ എന്നോട് എന്ത് കാര്യത്തെക്കുറിച്ച് ചോദിച്ചാലും നമുക്കൊരു ലൈവ്ലി കോൺവെർസേഷനിലേക്ക്, എനിക്ക് അറിയാവുന്ന വിഷയമാണെങ്കിൽ, അറിയില്ലെങ്കിൽ സ്വാഭാവികമായും അതിൽ ഏർപ്പെടാൻ സാധിക്കില്ല. അറിയാവുന്ന കാര്യമാണെങ്കിൽ അതിനെക്കുറിച്ചൊരു കോൺവെർസേഷനിലേക്ക് പോകാൻ ഉള്ള ഒരു രീതിയിലേക്ക് ഞാൻ എൻ്റെ അപ്രോച്ച് മാറ്റി. അപ്പോൾ ഇങ്ങനെ നമ്മൾ മാനസികമായി തയ്യാറൊക്കെ എടുത്താണ് പോകുന്നത്. ഈ ആദ്യത്തെ പ്രാവശ്യം പേഴ്സണാലിറ്റി ടെസ്റ്റിന് ചെല്ലുമ്പോൾ ശരിക്കും നമുക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലല്ലോ. നമ്മൾ എത്ര പ്രിപ്പയർ ചെയ്താലും നമുക്ക് ഭയങ്കര ടെൻഷനും സ്ട്രെസ്സൊക്കെ ഉണ്ടാകും. ഒന്നാമത് ആദ്യമേ ചെന്ന് നമ്മുടെ ഫോംസും ഫോട്ടോയൊക്കെ കൊടുത്ത് വെരിഫൈ ചെയ്ത് റൂമിനകത്ത് ഇരുത്തും. കുറച്ച് കഴിഞ്ഞ് അറ്റൻഡർ വന്നിങ്ങനെ ഓരോരുത്തരായിട്ട് വിളിച്ചുകൊണ്ട് വരും, നിങ്ങളുടെ ടേൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെല്ലുമ്പോഴറിയാം നമ്മുടെ ബോർഡ് ഇതാണ്. ആ ബോർഡിലുള്ള എല്ലാവരും ഒരുമിച്ച് ഇരിക്കും. അവിടെ നിന്ന് ഓരോരുത്തരായിട്ട് വിളിച്ചുകൊണ്ട് ഒരാൾ പോകും. കുറച്ച് കഴിയുമ്പോൾ തന്നെ അടുത്ത ആളെ വിളിക്കും. അവർ വെളിയിൽ ചെന്ന റൂമിൻ്റെ വെളിയിൽ ബെഞ്ചിൽ വെയിറ്റ് ചെയ്യും. ഒരാളുടെ കഴിയുമ്പോൾ അടുത്ത ആളെ കയറ്റി വിടും. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ UPSCയുടെ ആ ബെഞ്ചിലിരിക്കുമ്പോൾ നമുക്ക് ചുറ്റും ഇങ്ങനെ കാണാം വേറെ 8 പേരും വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെപ്പോലെ. ഇപ്പോൾ ടേൺ വരും. അപ്പോൾ അത്യാവശ്യം ടെൻഷനൊക്കെ ഉണ്ടാവും.
പക്ഷേ ഈ രണ്ടാമത്തെ പ്രാവശ്യം പോകുമ്പോൾ ഈ പ്രശ്നമൊന്നുമില്ല. കാരണം ആദ്യത്തെ പ്രാവശ്യം പോയി കഴിയുമ്പോഴത്തേക്ക് അതൊന്നും ഫെമിലിയർ ആവും, നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് വലിയ സംഭവങ്ങളൊന്നും നടക്കുന്നില്ല. ചെല്ലുക, ഒരു കോൺവെർസേഷൻ നടത്തുക. പക്ഷെ ആദ്യത്തെ പ്രാവശ്യം എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഡൈജസ്റ്റ്. എന്തായാലും ഇങ്ങനെ തയ്യാറെടുപ്പൊക്കെ നടത്തി സംസാരിക്കാൻ തയ്യാറായി അവിടെ ചെന്നപ്പോഴാണ് ഈ രണ്ടാമത് ഞാൻ മനസ്സിലാക്കിയ വേറൊരു കാര്യം അപ്രതീക്ഷിതമായി ഉരുത്തിരിഞ്ഞു വന്നു. ഈ UPSC പ്രിപ്പറേഷന് ഇടയിൽ ഞാൻ മനസ്സിലാക്കിയ രണ്ടാമത്തെ കാര്യം, ഇതിനെ നമ്മൾ ടാക്കിൾ ചെയ്യുന്നത് നമ്മുടെ ഒരു ഇൻ്റർവ്യൂ പ്രിപ്പറേഷനോ അല്ലെങ്കിൽ നമ്മുടെ സിവിൽ സർവീസ് പ്രിപ്പറേഷനോ കൊണ്ട് മാത്രമല്ല. അതുവരെയുള്ള നമ്മുടെ ജീവിതം എൻറ്റയർലി പലതരത്തിൽ അവിടെ നിഴലിക്കുകയും പ്രതിഫലിക്കുകയൊക്കെ ചെയ്യും. നമ്മുടെ 10-25 വയസ്സേ ഉള്ളുവെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ജീവിതാനുഭവങ്ങളിൽ കൂടിയൊക്കെയാണ് പലപ്പോഴും ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരിക. അപ്പോൾ എൻ്റെ ഹോബി ഫുട്ബോളായിരുന്നു, വാച്ചിങ് ഫുട്ബോൾ. അപ്പം ഞാൻ ക്ലബ് ഫുട്ബോൾ വളരെ റിലീജിയസായി കാണുന്ന ഒരാളായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു ഹോബി വെക്കാൻ വേണ്ടി ഡാഫിനകത്ത് ഞാനൊരു ഹോബി വെച്ചതല്ല, ആത്മാർത്ഥമായി അതെൻ്റെ ഹോബിയായിരുന്നു. അപ്പം നമ്മൾ ഈ കോൺവെർസേഷന് തയ്യാറെടുത്തുകൊണ്ടാണല്ലോ രണ്ടാമത്തെ പേഴ്സണാലിറ്റി ടെസ്റ്റിന് ചെല്ലുന്നത്. ചെന്നപ്പോൾ തന്നെ അവർ ആദ്യം പറഞ്ഞു, ഓക്കെ വെൽക്കം, ടേക്ക് എ സീറ്റ്. ഞാനൊരു 5 ഫുട്ബോൾ കളിക്കാരുടെ പേര് പറയാം. അവരേത് ക്ലബിന് വേണ്ടിയാണ് കളിക്കുന്നത്, ഏത് പൊസിഷനിലാണ് കളിക്കുന്നത്, അവരുടെ കളിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ളത് പറഞ്ഞാൽ മതി, കൂടുതൽ ഒന്നും പറയണ്ട. ഈ 3 സാധനത്തിന് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ഇങ്ങനെ ഉത്തരം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. കോൺവെർസേഷന് തയ്യാറായി ചെല്ലുന്നത് നമുക്കൊരു ഷോക്കാണ് ആദ്യം കിട്ടുന്നത്. ഓക്കെ, വളരെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത് പോലെ ഇതിന് ഉത്തരം കൊടുക്കണം. എന്തായാലും രസകരം എന്ന് പറയട്ടെ, 5 ആൾക്കാരും അത് 70-കളിലെ 80-കളിലെ ഫുട്ബോൾ കളിക്കാരൊക്കെ ആയിരുന്നു. എനിക്കിപ്പോഴും അവരുടെ ഫ്രാൻസ് ബെക്കൻബോറും ജേർഡ് മുള്ളറും ഇതൊക്കെയാണ് ചോദിക്കുന്നത്. അതെല്ലാം കറക്റ്റായിട്ട്, കാരണം നമ്മൾ യഥാർത്ഥത്തിലുള്ളൊരു ഹോബിയായിരുന്നു. ഇറ്റ് വാസ് എ ജെനുവിൻ ഹോബി, ഇറ്റ് വാസ് നോട്ട് മെയ്ഡ് ഫോർ UPSC. ഐ കുഡ് ആക്ച്വലി ആൻസർ ഇറ്റ്. ഇതിന് ഉത്തരം കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു, ഇനി കൂടുതൽ ചോദ്യങ്ങളൊന്നും നിനക്ക് ഫുട്ബോളിൽ നിന്ന് ഉണ്ടാവില്ല, നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാം. പിന്നെ സ്വാഭാവികമായി സാധാരണ UPSC ഇൻ്റർവ്യൂ പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞപ്പോഴാണ് അടുത്ത ഒരു എൻ്റെ 3ാമത്തെ ലേണിംഗ്. ഈ ഡാഫ് എന്ന് പറഞ്ഞ് നമ്മൾ ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ച് വളരെ കൃത്യമായ ധാരണ നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഈ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഡാഫ് ഫില്ല് ചെയ്തെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അതിനകത്ത് എൻ്റെ ഹോബിയും മറ്റു കാര്യങ്ങളൊക്കെ സാധാരണ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ലെവലിൽ പ്രിപ്പയർ ചെയ്തിരുന്നു. പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം പോകുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് പോരാ, ഇതിന് കുറച്ചുകൂടെ ഡെപ്ത് വരണമെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കണ്ടേ, എൻ്റെ ഡാഫിൽ എന്തൊക്കെയാണുള്ളത്. അപ്പം ഞാൻ ഡാഫിൽ എഴുതിയ ഓരോ വാക്കിനെക്കുറിച്ചും എന്താണ് അതിൻ്റെ അർത്ഥം, എന്തൊക്കെയാണ് അതിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങൾ എന്നതിനെക്കുറിച്ച് ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും അതിൽ നിന്ന് വരാവുന്ന അടുത്ത ലെവൽ ഓഫ് ഒരു 2 ലെവലിൽ ഞാനൊന്ന് പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയത്. അതിപ്പോൾ എനിക്ക് എൻ്റെ ഒരു സീനിയറാണ് പറഞ്ഞത് അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ്. അങ്ങനെ ചെയ്തപ്പോൾ ഇതിനകത്തുനിന്ന് വരാവുന്ന ചോദ്യങ്ങളുടെ ഒരു യൂണിവേഴ്സ് ശരിക്കും എൻ്റെ മനസ്സിലുണ്ട്. ഈ കോൺവെർസേഷൻസ് എങ്ങോട്ട് പോകാമെന്നും എന്തൊക്കെ വരാം എന്നതിനെക്കുറിച്ചൊക്കെ. അത്ഭുതകരം എന്ന് പറയട്ടെ, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ ഈ 10th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിക്കുന്ന സബ്ജക്ട്സിൻ്റെ ലിസ്റ്റ് ഈ ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോമിൽ വെക്കണം. അപ്പോൾ അതിനകത്ത് ഞാൻ സാൻസ്ക്രിറ്റ് എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ KV പഠിച്ചതുകൊണ്ട് 10ാം ക്ലാസ്സിൽ സാൻസ്ക്രിറ്റ് ഉണ്ടായിരുന്നു. അതുമായിട്ട് പിന്നെ നമുക്ക് യാതൊരു ബന്ധവും 10ാം ക്ലാസ് കഴിഞ്ഞാലില്ല. അത് പിന്നെ വേറെ എന്തെല്ലാം കാര്യങ്ങളിലേക്ക് പോയി. പക്ഷേ സാൻസ്ക്രിറ്റിനെ കുറിച്ച് ചറപറ ചോദ്യങ്ങളായി. അതിന് എന്തൊക്കെ പറഞ്ഞാലും അവസാനം ഈ ശ്ലോകം ചൊല്ലാൻ പറയുന്നു, ഇതിൻ്റെ അർത്ഥം പറയാൻ പറയുന്നു. അങ്ങനെ ഞാൻ അവസാനം പറഞ്ഞു, ഇത് 10ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ച പരിമിതമായ അറിവിലാണ് ഇത് വെച്ച് പോയി. വെച്ച് പോയി ഞാൻ പറഞ്ഞില്ല, പരിമിതമായ അറിവ് എനിക്കുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ തന്നെ അതിന് മുൻപുള്ള ചോദ്യങ്ങളുടെ മറുപടി പറഞ്ഞത് കാരണമുള്ള സ്നേഹം കൊണ്ടോ മറ്റോ ചെയർമാൻ പറഞ്ഞു, മതി ഇയാളോട് ഇനി സാൻസ്ക്രിറ്റ് ചോദിക്കണം, മറ്റെന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാം, മറ്റു കാര്യങ്ങൾ ചോദിക്കൂ എന്ന് പറഞ്ഞ് ചെയർപേഴ്സൺ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് തന്നതുകൊണ്ട് അത് പോയി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതിലെ 3ാമത്തെ കാര്യം, നമ്മൾ ഈ ഡാഫിൽ വെക്കുന്ന കാര്യങ്ങൾ
അതിനെക്കുറിച്ച് വളരെ കൃത്യമായ ധാരണ നമുക്കുണ്ടായിരിക്കണം. നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമുള്ള ഒരു ആഴത്തിൽ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. കാരണം ഇറ്റ്സ് എ സ്മോൾ വേൾഡ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ചിലപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അതിൽ വളരെയധികം വൈദഗ്ധ്യമുള്ള ആൾക്കാരും നമ്മൾ വളരെ യാദൃശ്ചികമായി അതിനെക്കുറിച്ച് വളരെ അതോറിറ്റേറ്റീവ്ലി സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. പലപ്പോഴും UPSC പേഴ്സണാലിറ്റി ടെസ്റ്റിന് ചെല്ലുമ്പോൾ നമുക്ക് ആളെ മനസ്സിലാവുകയൊക്കെ ചെയ്യും. പാനൽ മെമ്പേഴ്സ്. ഒരു പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ അരുണ റോയ് മാഡം ഉണ്ടായിരുന്നു. യു മൈറ്റ് നോ, RTA ആക്ട്, മസ്ദൂർ കിസാൻ ശക്തി സംഘം. മാഡം എന്നോട് ഫാർമർ സൂയിസൈഡിനെ കുറിച്ചൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫാർമർ സൂയിസൈഡിനെ കുറിച്ച് സംസാരിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന ആളോട് ഫാർമർ സൂയിസൈഡിനെ കുറിച്ച് നമ്മളൊന്ന് പറയാനാണ്. എന്നാലും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അത്രയും ഡെപ്തും നോളജും ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും ഈ അതർ സൈഡിൽ ഇരിക്കുന്നത്. അപ്പോൾ യു കാനോട്ട് ബ്ലഫ് ആൻഡ് ഗെറ്റ് യുവർ വേ ത്രൂ. അപ്പോൾ ഇതിന് എങ്ങനെ തയ്യാറെടുക്കാം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ പ്രിപ്പറേഷൻ ആരംഭിക്കുന്ന ഒരു ഘട്ടമാണെങ്കിൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇത് UPSC പേഴ്സണാലിറ്റി ടെസ്റ്റിനെ ടാക്കിൾ ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു നല്ല പേഴ്സണാലിറ്റി കൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആസ് സിമ്പിൾ ആസ് ഇറ്റ് സൗണ്ട്സ്, ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്, ബട്ട് ഡു ദാറ്റ്. അതിന് കുറേ വഴികളുണ്ട്. ഒരു ഫുൾ ലൈഫും ആക്റ്റീവ് ഇൻട്രസ്റ്റും മറ്റ് കാര്യങ്ങളിലേക്കും ഒക്കെ ജെനുവിൻലി ഇൻട്രസ്റ്റഡായി കാര്യങ്ങളെ സമീപിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വായിക്കാനും അറിയാനും നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനുമുള്ള ഒരു ജെനുവിൻ ഇൻട്രസ്റ്റ് ശരിക്കും നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമായി കൾട്ടിവേറ്റ് ചെയ്യുക. വളരെ അപ്രതീക്ഷിതമായി യാതൊരു ബന്ധമില്ലാത്ത പല മേഖലകളിൽ നിന്നുള്ള ഡിസ്കഷൻസിലേക്കൊക്കെയാണ് നമ്മൾ വലിച്ച് ഇടാൻ പോകുന്നത്. ആ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഉത്തരവൊക്കെ കൊടുക്കുന്നത് ബുക്ക് വായിച്ച് മാത്രമല്ല. അതുകൊണ്ട് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനൊരല്പം സമയം മാറ്റി വെക്കുക. നിങ്ങളുടേതായ തോട്ട്സും നിങ്ങളുടേതായ കാഴ്ചപ്പാടും കാര്യങ്ങളെക്കുറിച്ചുണ്ടാവുക. ഉദാഹരണത്തിന്, എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം ഇൻ്റർവ്യൂവിൽ ചോദിച്ചതാണ്, കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായി നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് എന്താണ്? ഇറ്റ്സ് എ വെരി ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ. അതിന് പ്രത്യേകിച്ചൊരു ബുക്കിലൊന്നും ഉത്തരം ഉണ്ടെന്ന് കരുതുക. അത്ഭുതകരമായി ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ശരിക്കും ചോദിച്ചാൽ എന്താ പറയാൻ? അപ്പം ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ ജനങ്ങൾക്ക്, ഇവിടുത്തെ കേരളീയ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സംവിധാനങ്ങൾ വേണമെന്നുള്ള ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരുതരം അൺഹാപ്പിനെസ് പോലും പലപ്പോഴും ഉണ്ടെന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഗവൺമെൻറ്റുകൾ മാറി മാറി വരുന്നതും, അതുകൊണ്ടാണ് പല കാര്യങ്ങളിലും പലതരത്തിലെ സാമൂഹിക പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വരുന്നതും എന്നൊക്കെയുള്ള, ഞാൻ അതിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുന്നില്ല, പക്ഷേ ആ തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ടായിരുന്നു. എനിക്കത് വിശദമാക്കാനുള്ള ഒരു സമയവും ഒക്കെ അവർ തന്നു UPSCയിൽ. അപ്പോൾ ഈ ഡെപ്തിലുള്ള കോൺവെർസേഷൻസ് വരെ പോസിബിളാണ്. ഇറ്റ് ഈസ് നോട്ട് എ ക്വിസ്, ഇറ്റ് ഈസ് ആൻ ഓപ്പൺ എൻഡഡ് ടോക്ക്. അടുത്തൊരു കാര്യമുള്ളത്, നിങ്ങളുടെ ഈ ഇൻട്രസ്റ്റും ഹോബീസും ഒക്കെ ശരിക്കും ജെനുവിൻലി യു ഷുഡ് ഹാവ് സംതിങ്. എവറി ഹ്യൂമൻ ബീയിങ് ഹാസ് സം ഓർ ദി അതർ ഹോബി. ആ കാര്യങ്ങളൊക്കെ തന്നെ ഡാഫിൽ വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്ത് ചോദ്യങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ വന്നാലും നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായി മറുപടി പറയാനും ജെനുവിനായി തന്നെ അതിന് ഉത്തരം കൊടുക്കാനും ഒക്കെ സാധിക്കും. സോ ഹാവ് എ ഹോബി, ലേൺ അബൌട്ട് ഇറ്റ്, വർക്ക് ഇറ്റ്, ഹാവ് കൾട്ടിവേറ്റ് ആൻ ആക്റ്റീവ് ഇൻട്രസ്റ്റ് ഇൻ ഇറ്റ്, ഡു ദാറ്റ്. ഇതിൻ്റെ ഒരു കൾമിനേഷൻ എന്ന് പറയുന്നത് ഈ ഡാഫ് ബേസ്ഡ് പ്രിപ്പറേഷനും മറ്റു കാര്യങ്ങളൊക്കെ ശരിക്കും നിങ്ങൾക്ക് മെയിൻസ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പോഴേ നമുക്ക് അതിലേക്ക് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. വാട്ട് യു ക്യാൻ ഡു നൗ ഈസ് റീഡ് ക്വൈറ്റ് എ ലോട്ട്, ബട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് വിസ്ഡം ദാറ്റ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് ഇൻ പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഇറ്റ്സ് നോട്ട് നോളജ് അലോൺ. ശരിക്കും ഈ ഒരു അപ്രോച്ചോടുകൂടി പോകാൻ സാധിക്കുന്ന ഒരുവിധം നല്ല ഒരു ശതമാനം കാൻഡിഡേറ്റ്സിനും 200+ കൺസിസ്റ്റൻ്റ്ലി കിട്ടാറുണ്ട്. ഞാൻ പല കുട്ടികളെ എല്ലാ വർഷവും സഹായിക്കാറുണ്ട് ഇതിന്. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾക്ക് ഉത്തരം പറയാനും അതിനെ സമീപിക്കാനും
അത്ര ടെൻഷൻ ഇല്ലാതെ പോകാൻ പറ്റും. കാരണം ഇതൊരു നോളജ് ബേസ്ഡ് ഒരു ടെസ്റ്റ് അല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മുടെ സ്ട്രെസ് ശരിക്കും പകുതിയായല്ലോ. നോളജ് ആണല്ലോ ഇതിൻ്റെ പ്രശ്നം. കൂടുതൽ കൂടുതൽ വായിക്കണം, കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം. പക്ഷെ അങ്ങനെയല്ല, വിസ്ഡം കൊണ്ട് തന്നെ ആൻസർ ചെയ്യാം. അപ്പോൾ ആ ഒരു അപ്രോച്ചിലേക്ക് മാറുമ്പോൾ ടെൻഷൻ കുറയുകയും പ്രിപ്പറേഷൻ കുറച്ചുകൂടി ഈസി ആവുകയൊക്കെ ചെയ്യും. ഇതിൻ്റെ ഒരു കൾമിനേഷൻ എന്ന് പറയുന്നത് ശരിക്കും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ളത്. ഈ ആദ്യത്തെ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ വൈ ഷുഡ് ആൻ എഞ്ചിനീയർ ഗെറ്റ് ഇൻ ടു സിവിൽ സർവീസ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇറ്റ് കെയിം ഫുൾ സർക്കിൾ. ഞാൻ ഇന്ന് സർവീസിലിരിക്കുന്ന ആ പേഴ്സണാലിറ്റി ടെസ്റ്റിന് പോകുമ്പോഴേ ഇതേ ചോദ്യം തന്നെ വീണ്ടും എന്നോട് ചോദിച്ചു. ഒരു 3 വർഷത്തിന് ശേഷം, ആദ്യം ആ ഉത്തരം കൊടുത്തതിന് 2-3 വർഷത്തിന് ശേഷം. അന്ന് ശരി ആ തവണ ഞാനതിന് മറുപടി കൊടുക്കുമ്പോൾ എൻ്റെ അപ്രോച്ച് ശരിക്കും വളരെ വ്യത്യസ്തമായിരുന്നു. ഞാൻ ഇത്തവണ ആദ്യ പ്രാവശ്യം പറഞ്ഞ പോലെ ഒന്നല്ല പറഞ്ഞത്. ഞാനതിന് പറഞ്ഞത് ശരിക്കും സിവിൽ സർവീസിൻ്റെ ഉദ്ദേശം തന്നെ ജനങ്ങളുടെ വികസനം ആണല്ലോ, നമ്മുടെ സമൂഹത്തിൻ്റെ വികസനമാണ്. അപ്പോൾ ആ ഡെവലപ്മെൻറ്റ് ആണ് ഉദ്ദേശമെങ്കിൽ ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് എ മൾട്ടി ഫേസറ്റഡ് കൺസെപ്റ്റ്. അപ്പോൾ എല്ലാ സ്ട്രീംസിലും എല്ലാ തോട്ട് പ്രോസസ്സും എല്ലാ നോളജ് സ്ട്രീംസും വന്നെങ്കിൽ മാത്രമേ ഒരു കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ ഇറ്റ്സ് ട്രൂ സ്പിരിറ്റ് നടക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് എൻജിനീയറും വേണം, ആർട്ടിസ്റ്റും വേണം, സയൻറ്റിസ്റ്റും വേണം, ടീച്ചറും വേണം. ദേ ആർ വെരി ഹാപ്പി. ആ ഒരു തിരിച്ചറിവുണ്ടല്ലോ. ഇതേ ചോദ്യത്തിന് തന്നെ 3 വർഷത്തിന് ശേഷം ആദ്യത്തെ ഉത്തരത്തിൽ നിന്ന് ഈ രണ്ടാമത്തെ ഉത്തരത്തിലേക്കുള്ള ഒരു ജേണി, ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ്റർവ്യൂ ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. അവിടെ നിന്ന് ഈ ഉത്തരത്തിലേക്ക് എത്തുന്ന ഒരു തിരിച്ചറിവും നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ആ കാഴ്ചപ്പാടിൻ്റെ മാറ്റവും ഒക്കെയാണ്. നമ്മളിപ്പോൾ UPSCയുടെ സിലബസ് എടുക്കുമ്പോൾ വളരെ വാസ്റ്റാണ്. അപ്പോൾ അതിനകത്ത് NCERT നമ്മൾ വായിക്കണം, എക്സ്ട്രാ ബുക്സ് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ വായിക്കണം. എവിടെ നമ്മൾ തുടങ്ങണം അതെനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. NCERT വായിച്ച് തുടങ്ങണോ, അല്ലാത്ത മെറ്റീരിയൽസ് വായിച്ച് തുടങ്ങണോ, അതോ നമ്മൾ ജോയിൻ ചെയ്യുന്ന ഏതെങ്കിലും അക്കാഡമിയുടെ ബുക്സ് വായിച്ച് തുടങ്ങണോ, എങ്ങനെ തുടങ്ങണം? തികച്ചും വ്യക്തിപരമായൊരു അഭിപ്രായം മാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ. എനിക്കൊരു തോന്നലുള്ളത്, ഒന്ന് NCERTയും ന്യൂസ് പേപ്പറും വായിക്കുന്നത് തന്നെ ആയിരിക്കും ഈ, ബിക്കോസ് യു ആർ ക്വൈറ്റ് ഏർലി ഇൻ യുവർ പ്രിപ്പറേഷൻ അല്ലേ. ഇപ്പോൾ +2ലേക്ക് പോകണം, NCERT ഒക്കെ വായിച്ച് പത്രമൊക്കെ വായിച്ച് പോകുന്നത് തന്നെയായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അതിൽ കൂടുതലൊന്നും ഒരുപക്ഷെ ഇപ്പോൾ അടിയന്തരമായി വായിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല, കുറച്ച് വർഷങ്ങളുണ്ടല്ലോ. കോച്ചിങ് നമുക്ക് വേണമെന്ന് നിർബന്ധമുണ്ടോ? അത് കംപ്ലീറ്റ്ലി നമ്മൾ വ്യക്തിപരമായി എടുക്കേണ്ട ഒരു തീരുമാനമാണ്. നമുക്ക് എത്രത്തോളം സപ്പോർട്ട് വേണം, നമുക്ക് എത്ര ഇൻറ്റൻസായി പ്രിപ്പയർ ചെയ്യണം എന്നതിനെ ആസ്പദമാക്കിയാണത്. ഇപ്പോൾ എൻ്റെ ഓരോ ഓപ്ഷനിൽ കോച്ചിങ് ഇല്ലാതെയും ഓരോ ഓപ്ഷനിൽ കോച്ചിങ്ങിൻ്റെ സഹായത്തോടു കൂടിയും പ്രിപ്പയർ ചെയ്ത ഒരാളാണ്. പക്ഷേ കോച്ചിങ് വേണമെന്ന് എനിക്ക് തോന്നി ഒരു ഘട്ടത്തിൽ, ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്. അങ്ങനെ ഞാൻ അതിന് കോച്ചിങ്ങിന് പോയി. അതില്ലാതെ എനിക്കത് ക്ലിയർ ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. കാരണം അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് അത് പ്രിപ്പയർ ചെയ്യാൻ കഴിയും, ഒരു കോമ്പറ്റിറ്റീവ് ലെവലിലേക്ക് എത്താൻ കഴിയുമെന്ന് തോന്നിയിരുന്നില്ല. ഈ പരീക്ഷയുടെ ഒരു കാര്യം, നമുക്ക് ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ്റെ ഒരു ഘട്ടത്തിലും ഒരു സ്റ്റേജിലും നമുക്കിതിൻ്റെ ഒരു ഗോള് അല്പം താഴ്ത്തി പിടിക്കാൻ സാധിക്കില്ല. ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ യു ബേസിക്കലി പ്രിപ്പയർ ഫോർ വാട്ട്? യു എയിം ടു ഗെറ്റ് 200+. You cannot aim for 180, you cannot aim for 160. You try for 200+ and then you end up with whatever you end up. മെയിൻസിൻ്റെ ഒരു സബ്ജക്റ്റിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും ഇതിനകത്ത് ഇന്ത്യയിൽ ആ സബ്ജക്റ്റിൽ ഏറ്റവും അധികം മാർക്ക് വാങ്ങിക്കുന്ന ആൾ പ്രിപ്പയർ ചെയ്യുന്ന അതേ ഇൻറ്റൻസിറ്റിയോടുകൂടെ പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിതിനകത്തൊരു സാധ്യതയെങ്കിലും ഉള്ളൂ ഈ പരീക്ഷയിൽ. കാരണം അത്ര ചെറിയ പെർസെൻറ്റേജ് ഓഫ് സെലക്ഷൻ അല്ലേ ഉള്ളൂ. അപ്പോൾ ആ ലെവലിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ എന്ന ചോദ്യം നമ്മൾ സ്വയം ചോദിക്കണം. എനിക്ക് അതിലേക്ക് എത്താൻ കഴിയുന്നുണ്ട്. അങ്ങനെ അതിന് സാധിക്കുന്നില്ല എങ്കിൽ യു ഷുഡ് ടേക്ക് ഹെൽപ്പ്. നമസ്കാരം സാർ. ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, നമ്മൾ ഈ ഒരുപാട് മോക്ക് ഇൻ്റർവ്യൂസ് കൊടുക്കുന്നതിനേക്കാളും ഈ പിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ 1-1 സെഷൻ, അതെങ്ങനെയായിരിക്കും ഒരു ഇൻ്റർവ്യൂ സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ഒരു ആസ്പിറൻ്റ് അല്ലെങ്കിൽ ആ ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ച് അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുക? രണ്ട് കാര്യങ്ങളും വേണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പ്രിപ്പയർ ചെയ്ത സമയത്ത് അപ്പോൾ എനിക്ക് ഒന്ന്, ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നതിന് വേണ്ടി എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് പ്രിപ്പയർ ചെയ്യാൻ എന്നെ മോക്ക് ഇൻ്റർവ്യൂസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ UPSC ഇൻ്റർവ്യൂവിന് ആൻസർ കൊടുക്കുമ്പോൾ അത് ഒരുപക്ഷെ
ആ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഒരു മെയിൻസ് ഒക്കെ എഴുതി കഴിയുമ്പോൾ നമുക്ക് ചില മാറ്റങ്ങളൊക്കെ വരും. എന്താണെന്നറിയോ, നമ്മൾ ഫെയർലി ബുക്കിഷായി മാറും. എന്നിട്ട് ഈ മെയിൻസിൻ്റെ ഉത്തരം കൊടുക്കുന്ന അതേ ശൈലിയിൽ തന്നെ നമ്മൾ ആൾക്കാരോട് സംസാരിച്ചു തുടങ്ങും. അതൊരു മെയിൻസൊക്കെ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ആദ്യം ഒരു ഇൻട്രഡക്ഷൻ, പിന്നെ ഒരു മെയിൻ ബോഡി, പിന്നെ ഒരു കൺക്ലൂഷൻ. ഈ രീതിയിലേക്ക് ആൾക്കാർ ഈ പേഴ്സണാലിറ്റി ടെസ്റ്റിന് പാനലിൽ നമ്മളോട് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ഈ രീതിയിലൊക്കെ ഉത്തരം കൊടുത്തു തുടങ്ങും. അതൊന്ന് സാധാരണ മനുഷ്യരാരും അങ്ങനെ സംസാരിക്കാറില്ല. അപ്പോൾ അങ്ങനെ ഇതിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് കടക്കുന്നതിന് ശരിക്കും പേഴ്സണാലിറ്റി ടെസ്റ്റ് ഹെൽപ്പ് ചെയ്യും. ഇത് ഇങ്ങനെ സംസാരിച്ചാലുള്ള ഒരു കുഴപ്പം, ഈ പേഴ്സണാലിറ്റി ടെസ്റ്റിന് ഇഫ് യു ആക്ച്വലി സിറ്റ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ പാനൽ, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. നമ്മൾ ഇപ്പം കൊച്ചി മെട്രോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ മാസ് ട്രാൻസിറ്റ് സിസ്റ്റത്തിൻ്റെ എക്കോളജിക്കൽ ബെനിഫിറ്റ്സിനെ പറ്റിയും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ പതുക്കെ കൊച്ചിയിലേക്ക് എത്തും. പിന്നെ കൊച്ചിയിൽ നിന്ന് പതുക്കെ കൊച്ചി മെട്രോയിലേക്ക് എത്തും. അപ്പോൾ അത്രയും സമയവും പേഷ്യൻസ് ഒന്നും മനുഷ്യർക്കില്ല. അങ്ങനെയല്ല സാധാരണ മനുഷ്യർ പരസ്പരം സംവേദനം നടത്താറ്. അതുകൊണ്ട് ആ സൈക്കിളൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് ഈ ഒരു കോൺവെർസേഷണൽ സ്റ്റൈലിലേക്ക്, ഒരു സെൻസിബിൾ കോൺവെർസേഷനിലേക്ക് വരുന്നതിന് വേണ്ടി മോക്ക് ഇൻ്റർവ്യൂസ് പലപ്പോഴും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഈ പിയേഴ്സിനൊപ്പം ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റായി എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ ഐഡിയാസ് കൺസോളിഡേറ്റ് ചെയ്യാൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ റിലേഷൻസിൽ ഒരു ഇഷ്യൂ ഉണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ എങ്ങനെ ചിന്തിക്കണം. അപ്പോൾ കുറച്ചധികം ആൾക്കാരോട് സംസാരിക്കുമ്പോഴാണ് പുതിയ ഐഡിയാസ് വരാനും അതിനകത്തൊരു അക്സെപ്റ്റബിളായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് ഡെവലപ്പ് ചെയ്യാനും അത് കൾട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. ബോത്ത് ദീസ് തിങ്സ് ഹെൽപ്പ്. ഇവിടെ നിന്ന് എനിക്ക് പിയർ ഗ്രൂപ്പിനോടൊപ്പം വരുന്ന എനിക്ക് ഐ വാസ് വെരി ലക്കി. ഏറ്റവും ശക്തമായ ഒരു പിയർ ഗ്രൂപ്പ് എനിക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നു. ഞങ്ങൾ 8-10 പേരുണ്ടായിരുന്നു. അതിൽ 10 പേരും ഇന്ന് സിവിൽ സർവീസിലുണ്ട്, എൻ്റയർ ഗ്രൂപ്പ്. അപ്പോൾ ഞങ്ങളുടെ ഇടയിൽ പലപ്പോഴും ഇത് സംസാരിക്കാനും ഒക്കെ, ഇങ്ങനൊരു കാര്യം വന്നാൽ നമ്മൾ എങ്ങനെ ഇതിനെ സമീപിക്കും, ഇതിനകത്ത് ഈ ഒപ്പീനിയനിലേക്ക് നമുക്ക് എത്താം എന്ന് ചിന്തിക്കാനും അത്തരത്തിൽ ആശയങ്ങൾ ഡെവലപ്പ് ചെയ്യാനും ഇത് സഹായിച്ചിരുന്നു. അതേസമയം മോക്ക് ഇൻ്റർവ്യൂസ് ഇതിന് ഉത്തരം കൊടുക്കുന്ന ആ ഒരു ശൈലിയൊക്കെ ഒന്ന് കറക്റ്റാക്കാനും കോൺവെർസേഷനിലേക്ക് പോകുന്നതിന് നമുക്കൊരു പ്രാക്ടീസ് കിട്ടാനും വളരെയധികം ഹെൽപ്പ് ചെയ്തിരുന്നു. About physical gestures and our physical appearance in the interview room. അതിനെക്കുറിച്ചൊന്നും അധികം ഞാൻ ബോദർ ചെയ്യാറില്ല. കാരണം ഓഫ് കോഴ്സ് ഇറ്റ് ഷുഡിൻ റിഫ്ലക്റ്റ് ബാഡ്ലി ഓൺ യുവർ പേഴ്സണാലിറ്റി. ആ ബോർഡിനോടൊരു ബഹുമാനമില്ലാത്ത വിധത്തിൽ വളരെ കാഷ്വലി ഒന്നും ഡ്രസ്സ് ചെയ്ത് പോവാതിരിക്കുക. ഫോളോ ദ സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ. അതൊക്കെ ആ സമയമാകുമ്പോൾ ഇറ്റ് വിൽ കം ഔട്ട്. Sir, some of them are says that sing only one color dress. The dress code is available. There is no prescribed dress code for UPSC personality test. I used to wear a full sleeve shirt and pant, and I had a suit, if I remember. Yeah. I wore a suit, that's it. അത് സ്റ്റാൻഡേർഡ് ആയിട്ട് പേഴ്സണാലിറ്റി ടെസ്റ്റിന് പോകുന്ന അതിൽ കവിഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ല. ഫ്ലാംപോയിൻ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. അതേസമയം വളരെ കാഷ്വലായി ഡ്രസ്സ് ചെയ്യേണ്ട കാര്യമില്ല. അത്തരം കാര്യങ്ങളെക്കുറിച്ച് അതൊക്കെ ലാസ്റ്റ് സ്റ്റേജിൽ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ഒബ്വിയസ് മിസ്റ്റേക്സ് ഒന്നും വരുത്താതിരുന്നാൽ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ഇറ്റ് ഈസ് എ വെരി forgiving panel, I should tell you that. They do their best to try and make you comfortable, because they are not here to measure you on your knowledge of English language or those such kind of things. They are here to try and figure out who you are, your personality. And it tends to work. In about 20 to 40 minutes, they'll get that out of you. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറയാൻ വിട്ടുപോയത്, എന്നാൽ വളരെ അത്യാവശ്യമായി പറയേണ്ട ഒരു കാര്യം, ഈ ആൾക്കാരോട് കോൺവെർസേഷണൽ സ്റ്റൈലിൽ കൂടുതൽ കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്തൊരു റിസ്ക് ഉണ്ട്.
it will truly show who you are. Which drives back to the point, cultivate a good personality. അത് ചെയ്തില്ലെങ്കിൽ, if you don't make yourself vulnerable to that extent and speak about things, they will never get to know who you are. You are going to end up with fairly, at best you will get average marks. And average marks are not good in UPSC. It's not good. You need to always strive to get higher marks. So that comes with a risk to make yourself vulnerable, address things at that depth. ചില കാര്യങ്ങൾ ചിലപ്പോൾ എന്താ പറയുക, നമ്മുടെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റിയും നമ്മുടെ മൊറാലിറ്റിയും ഈ കാര്യങ്ങളൊക്കെ പ്രാക്ടീസിലൂടെയും ചിന്തകളിലൂടെയും ഫൈൻ ട്യൂൺ ചെയ്ത് വെച്ചെങ്കിലേ കൃത്യമായി അതിന് ഉത്തരം കൊടുക്കാൻ കഴിയൂ. സർ, പേഴ്സണാലിറ്റി കൾട്ടിവേറ്റ് ചെയ്യണമെന്ന് സാറ് പറഞ്ഞു. അപ്പോൾ ഒരു UPSC ആസ്പിരൻറ്റിൽ UPSC എന്താണ്, എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് നോക്കുന്നത്? എൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നമ്മളുടെ ഈ ഒരു ത്രൂ ഔട്ട് ജേർണിയിൽ എന്തൊക്കെ ഹാബിറ്റ്സ് ആണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് അറ്റ് ലാസ്റ്റ് ഈ ഒരു ഇൻ്റർവ്യൂവിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ? എനിക്ക് നേരത്തെ പറഞ്ഞ ഫസ്റ്റ് പേഴ്സണാലിറ്റി ടെസ്റ്റ് മുതൽ അങ്ങോട്ടാണ് എനിക്ക് ഇതിനെക്കുറിച്ചുള്ള പ്രാധാന്യം ശരിക്കും മനസ്സിലായി തുടങ്ങിയത്. എന്തുകൊണ്ട് നമ്മൾ പേഴ്സണാലിറ്റിയും ഇതൊക്കെ കൾട്ടിവേറ്റ് ചെയ്യണം. അപ്പോഴാണ് ശരിക്കും ഈ ഒരു തവണ ഈ പേഴ്സണാലിറ്റി ടെസ്റ്റിന് പോയി കഴിയുകയും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നതിന് ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ചിന്തിക്കേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത് എനിക്ക് പിടികിട്ടുന്നത്. ഞാൻ നിങ്ങളോട് അതിൻ്റെ 2 ഉദാഹരണം പറഞ്ഞല്ലോ. എന്തുകൊണ്ടൊരു എഞ്ചിനീയർ സിവിൽ സർവീസ് വരുന്നത് 3 വർഷത്തിന് ശേഷം, എങ്ങനെയാണ് നമ്മൾ അവിടെ നിന്ന് ഇവിടേക്ക് എത്തുന്നത്? ബിക്കോസ് യു സ്റ്റാർട്ട് തിങ്കിങ്. നമ്മൾ വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളെ നമ്മൾ, ഈസ് ഇറ്റ് ഗുഡ്, ഈസ് ഇറ്റ് യൂസ്ഫുൾ ഫോർ സൊസൈറ്റി, ഈസ് ദാറ്റ് ഹൗ എ ഗുഡ് ഹ്യൂമൻ ബീങ് വുഡ് തിങ്ക്, ഈസ് ദാറ്റ് ഹൗ ദേ വുഡ് അപ്രോച്ച് ദിസ്? ഈ ഒരു ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവിൽ കാര്യങ്ങളെ സമീപിക്കുന്നത് ഇസ് വൺ വേ, ഇറ്റ് ഇസ് വൺ ഓഫ് ദ വേസ് ദാറ്റ് ഐ അഡോപ്റ്റഡ് ടു ഫിഗർ ഔട്ട് ഹൗ ടു മൂവ്. രണ്ടാമത്തേത് ഓഫ് കോഴ്സ് നേരത്തെ പറഞ്ഞ പിയർ ഗ്രൂപ്പും അവരോടുള്ള ഡിസ്കഷൻസിലും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെ പരിചയപ്പെടുകയും എന്തുകൊണ്ട് അത് നമ്മൾ ചിന്തിക്കുന്നതിൽ നിന്നും ഒരു പക്ഷേ വ്യത്യസ്തവും അതിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചും ചിന്തിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ പിയർ ഗ്രൂപ്പിലൂടെയും ഒരു ആത്മവിമർശനപരമായ സമീപനത്തിലൂടെയുമാണ് ഈ ഒരു കാഴ്ചപ്പാടിലേക്കും പേഴ്സണാലിറ്റിയിലേക്കുമൊക്കെ നമ്മളെ തന്നെ ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഇത് എത്രത്തോളം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല, ബട്ട് ഇറ്റ് ഡിഡ് ഹെൽപ്പ് മീ. പ്രാക്ടിക്കലി ഈ 2 കാര്യങ്ങളാണ് ഞാൻ ചെയ്തിരുന്നത്. പേഴ്സണാലിറ്റി ടെസ്റ്റിൽ സിംപ്ലിസിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടോ? അവർ ബോർഡ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നമ്മൾ സിമ്പിൾ എഫക്റ്റീവായിട്ട് പറയുന്നതാണോ കൂടുതൽ നല്ലത്, അതോ ഇൻഡെപ്തായിട്ട് നോളജ് ഉപയോഗിച്ച് പറയുന്നതാണോ അവർ നോക്കുന്നത്? I would always go with the first. It's simplicity always comes with its benefits. ഉദാഹരണത്തിന് ഞാൻ I'll give an example of how I tackled one question. അപ്പോൾ ഞാൻ ഈ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഡാഫ് പ്രിപ്പയർ ചെയ്യുന്നതിനിടയിൽ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, എന്താണ് ഇവർക്ക് ചോദിക്കാൻ സാധ്യത ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്? കാരണം കഴിഞ്ഞ പ്രാവശ്യം ഹോവർക്രാഫ്റ്റിൽ തൊട്ട് കൈപൊള്ളി ഇരിക്കുന്നത് കൊണ്ട്. അപ്പോൾ അന്ന് ഈ മൊബൈൽ ഫോണുകളൊക്കെ ഇങ്ങനെ വ്യാപകമായി ഇരിക്കുന്ന ഒരു കാലമാണ്. ഈ 2Gയും അന്ന് CDMA ടെക്നോളജിയും GSM ടെക്നോളജി എന്നൊക്കെ പറഞ്ഞ 2 ടെക്നോളജീസൊക്കെ ഉണ്ട്. ഇന്ന് ആ ചോദ്യമൊന്നുമില്ല, എല്ലാവരും ഓൾമോസ്റ്റ് GSMലേക്ക് മാറി. അന്നത് വളരെ പ്രസക്തമായൊരു കാര്യമായിരുന്നു ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചു, അതിൻ്റെ സാങ്കേതികത്വമൊക്കെ പഠിച്ചു. അപ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്തപ്പോൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആയതുകൊണ്ട് ഞാൻ വിക്കിപീഡിയ ഒക്കെ നോക്കി അത് വായിച്ച് എഴുതി വെച്ച്. ഓർത്തോഗണൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ആണ് ഒരെണ്ണത്തിനകത്തുള്ളത്, മറ്റത് ഫേസ് ഷിഫ്റ്റ് കീയിങ് ആണ്. സാങ്കേതികത്വം നിറഞ്ഞ ഡിജിറ്റൽ എൻകോഡിങ്ങും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി. ലോ ആൻഡ് ബിഹോൾഡ് ആക്ച്വൽ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ കറക്റ്റ് ഈ സാധനം ചോദിക്കുന്നു, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂവിനായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും ഈ ഉത്തരം കൊടുത്തേനെ, കാരണം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, എനിക്കതിൻ്റെ ഉത്തരം അറിയാം. പക്ഷേ ആദ്യത്തെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, യു cannot dazzle an interview board with your knowledge and come out with excellent marks. It's not going to happen. അത് നടക്കുന്ന കാര്യമില്ല. അങ്ങനെ ഓവർവെൽം ചെയ്യാനൊന്നും പറ്റില്ല നോളജ്. അപ്പോൾ ഇവരെനിക്ക് ഹെൽപ്ഫുള്ളായൊരു ഹിൻറ്റും തന്നു, നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു ലേമാന് മനസ്സിലാവുന്ന വിധത്തിൽ, ഞങ്ങളെല്ലാവരും ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് അല്ല,
സാറ് ഒരാളെ ചൂണ്ടിക്കാട്ടി, ഇത് ഹിസ്റ്ററി പ്രൊഫസറാണ്, അദ്ദേഹം എക്കണോമിസ്റ്റാണ്, സോ എക്സ്പ്ലെയിൻ ഇൻ എ മാനർ ദാറ്റ് ദേ വിൽ അണ്ടർസ്റ്റാൻഡ്. എനിക്കും വളരെ സന്തോഷമായി. നമുക്കും ഏതാണ്ട് ആ ഒരു ലെവൽ കാര്യങ്ങളെ സമീപിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇത് CDMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോണിൻ്റെ സിമ്മ് നമുക്ക് മാറ്റാൻ കഴിയില്ല. GSM എന്ന് പറഞ്ഞാൽ സിമ്മ് മാറ്റിയിടാം, അപ്പോൾ കൂടുതൽ ഓപ്ഷൻസും കോമ്പറ്റീഷൻ മാർക്കറ്റിലും അതിന് ദേ ആർ വെരി അപ്രീഷിയേറ്റീവ് ഓഫ് ദാറ്റ്. അതായത് ഇതിനെ സാധാരണ മനുഷ്യന് മനസ്സിലാവുന്ന വിധത്തിൽ എങ്ങനെയാണ് GSM ടെക്നോളജി ഡിജിറ്റൽ ഡിവൈഡിനെ തരണം ചെയ്യാൻ കുറച്ചുകൂടി നല്ലതാവുന്നതെന്നും ആ ഒരു രീതിയിൽ ഈ സാങ്കേതികത്വത്തോടുകൂടെ ഉത്തരം പറയാൻ കഴിയുന്ന കാര്യങ്ങളെപ്പോലും നമുക്ക് സമീപിക്കാൻ സാധിച്ചു. ഐ തിങ്ക് ഇറ്റ് വർക്ക്ഡ്. ഐ ഗോട്ട് വെരി ഗുഡ് മാർക്സ്. അപ്പോൾ സിംപ്ലിസിറ്റി ഓൾവേസ് ഈസ് എ ബെറ്റർ ആൻസർ ദാൻ കോംപ്ലിക്കേറ്റഡ് തിങ്സ്. അത് വളരെ സിമ്പിളായി ഉത്തരം കൊടുക്കുന്ന പല ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് ചോദിച്ച്, യു ആർ ഇൻ കമ്മ്യൂണിക്കേഷൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, സോ വിൽ ആസ്ക് യു വാട്ട് ഇസ് ദ ഓൾഡസ്റ്റ് നോൺ മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് യു നോ. അപ്പോൾ നമ്മൾ ടെലിഫോൺ പഴയതാണ്, അപ്പോൾ അതൊന്നും അല്ല, അതിനൊക്കെ മുമ്പുള്ളത് വേണം. അപ്പോൾ അങ്ങനെ എന്താണ് അതിനൊരു സിമ്പിൾ ഉത്തരം? അവസാനം പറഞ്ഞ് ഞാൻ പറഞ്ഞു, ഒരു തീ ഉണ്ടാക്കിയിട്ട് പുക ഇങ്ങനെ ആകാശത്തേക്ക് വിട്ടാൽ ദൂരെ നിന്ന് കാണാം. അങ്ങനെ അവർക്ക് വേണ്ടത് എനിക്കൊന്ന് പ്രാവിന് എന്തോ ഇവിടുന്ന് എന്തായിരുന്നു. അവസാനം അവർ പറഞ്ഞു, ഇല്ലില്ല, ഐ വാണ്ട് വെരി ഓൾഡ് സിമ്പിൾ മെത്തേഡ്. ഞാൻ പറഞ്ഞു, സിംപ്ലസ്റ്റ് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ഷൗട്ട് അറ്റ് ദ ടോപ്പ് ഓഫ് യുവർ വോയിസ്. ബോർഡ് ഹാഡ് എ വെരി ഹാർട്ടി ലാഫ്. ദേ സെഡ്, യാ ദാറ്റ് ഇസ് ട്രൂ, ബട്ട് ഇറ്റ്സ് നോട്ട് വെരി ലോങ്. സോ അതിനെ അങ്ങനെയും സമീപിക്കാം. ആക്ച്വൽ UPSC ഇൻ്റർവ്യൂവിൽ നടന്ന എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണത്. UG PG കഴിഞ്ഞ് ഒരു വർഷം ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. ഇപ്പോൾ റിസൈൻ ചെയ്ത് ഇനിയാണ് ഫുൾ ടൈം പ്രിപ്പറേഷനിലോട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇൻ്റർവ്യൂവിൽ നിന്ന് കുറച്ച് ഓഫ് ടോപ്പിക്കാണ് സർ. UPSCയോട് കൂടെ തന്നെ ഒരു പ്ലാൻ B എന്നുള്ള രീതിയിൽ മറ്റ് കോമ്പറ്റീവ് എക്സാംസും കൂടെ എഴുതുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത് ഇതിൽ നിന്നുള്ള ഫോക്കസ് മാറ്റുമോ അതോ ഇറ്റ് വിൽ ബി ഓൾ റൈറ്റ് എന്നുള്ള ഡിസിഷൻ? ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ക്വസ്റ്റ്യൻ ടു ആൻസർ. I can only speak for myself in this case. എൻ്റെ കേസിൽ I was very clear that I would take an all or nothing approach. I prepared only for UPSC. മറ്റ് പരീക്ഷകൾ ഞാൻ എഴുതിയിരുന്നു, but I didn't prepare for that. I used to just give it. And I cleared one or two other exams also, but I was very clear I want to prepare for UPSC, and anything that takes away from it is not good for me. അതുകൊണ്ട് that's completely personal. I would not suggest or recommend it for anyone else. That is a decision you have to take. എൻ്റെ ഷൂസിൽ നിന്നൊന്ന് ചിന്തിച്ച് നോക്കൂ. ഞാൻ ആദ്യമായി എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പരീക്ഷ എഴുതാൻ വരുന്നു. ഞാൻ പ്രിലിംസ് എഴുതുന്നു, പാസ്സാവുന്നു. മെയിൻസ് എഴുതുന്നു, പാസ്സാവുന്നു. ഇൻ്റർവ്യൂ കൊടുക്കുന്നു, കിട്ടിയില്ല. ബട്ട് അപ്പം എനിക്ക് മനസ്സിലായി ഇത് ഇറ്റ്സ് ഫെയർലി ക്രാക്കബിൾ, ഇത്രക്കത്ര ഉള്ളൂ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനത് മുതിർന്നത്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അത് എത്രത്തോളം ശരിയായിരുന്നു വെച്ചാൽ എനിക്കറിയില്ല. ബിക്കോസ് നൗ ദാറ്റ് ഐ ഓൺ ദ അതർ സൈഡ് ഐ ബീൻ ലക്കി ഇനഫ്, സോ ദാറ്റ്സ് ഇറ്റ്. സർ UPSCക്ക് തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ജസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന അതൊരു പ്രശ്നമൊന്നുമില്ല. ഐ യൂസ് ടു അറ്റൻഡ് അതർ എക്സാംസ്, ബട്ട് ഐ നെവർ റിയലി സ്പെൻഡ് എനി ടൈം ഇൻവെസ്റ്റ്മെന്റ് ഓൺ ദോസ് ഇയർ. സർ ഇൻ്റർവ്യൂ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിപ്പോൾ നമുക്കറിയാം, നമുക്ക് തീരെ അറിയാത്ത ഒരു ആൻസർ ആണെങ്കിൽ നമുക്കതിനെ എങ്ങനെ എഫക്റ്റീവ്ലി അറിയില്ല, പിന്നെ പറയാം എന്നൊക്കെ നമ്മൾ ഡീൽ ചെയ്യും. അറിയുന്ന ഒരു ആൻസർ ആണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാം. പക്ഷെ ഒരു 50% അല്ലെങ്കിൽ ഒരു 50% ഒരു 40% അവെയർനെസ് ഉള്ള ഒരു ടോപ്പിക് ആണെങ്കിൽ നമ്മളതിനെ ആൻസർ ചെയ്യണോ അതോ എങ്ങനെയാണ് അങ്ങനത്തെ ഒരു ക്വസ്റ്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്? There are not really any questions in UPSC in my the way I see it. These are all conversation starters. ഓക്കെ, ഇതിനൊരു വളരെ അപൂർവമായി മാത്രമേ ഇപ്പം മൗണ്ട് എവറസ്റ്റിൻ്റെ പൊക്കം എത്ര എന്ന് ചോദിച്ചാൽ അതിനൊരു ശരി ഉത്തരവും തെറ്റുത്തരവും ഒക്കെ ഉള്ളൂ. പക്ഷെ പലപ്പോഴും ചോദ്യങ്ങൾ അങ്ങനെയല്ല. ഇറ്റ്സ് ജസ്റ്റ് എ കോൺവെർസേഷൻ സ്റ്റാർട്ടർ. സോ യു ഹാവ് ടു ഇമ്മീഡിയറ്റ്ലി ടേക്ക് എ ഡിസിഷൻ. ഡു യു വാണ്ട് ടു എൻഗേജ് ഇൻ കോൺവെർസേഷൻ ഓൺ ദിസ് ടോപ്പിക്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് പറയാം. ആസ് ലോങ് ആസ് it looks like it's, I mean, as long as you're addressing the demand of what is being faced, what is thrown to you. ഇപ്പോൾ വേമ്പനാട് കായലിനെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, അതിൻ്റെ കൺസർവേഷനെ കുറിച്ച് എന്താണെന്ന് ചോദിച്ചാൽ, വേമ്പനാട് കായലിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത ഒരാളാണ്, ഒരു 50% അറിയാവുന്ന ഒരാളാണെന്നിരിക്കട്ടെ. സോ
ഇഫ് യു ഡിസൈഡ് ടു എൻഗേജ് ഇൻ കോൺവെർസേഷൻ ഓഫ് ദാറ്റ് യു ക്യാൻ സേ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇതാണ് കായലിനെക്കുറിച്ച്, പിന്നെ അതിൻ്റെ കോൺവെർസേഷൻ്റെ കൺസർവേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ യു ക്യാൻ ഹാവ് എ കോൺവെർസേഷൻ ഓൺ ദാറ്റ്. ഇറ്റ് വിൽ നാച്ചുറലി ഫ്ലോ ഇൻ ടു മെനി അതർ തിങ്സ് അബൌട്ട് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, സോ മെനി തിങ്സ്. അത് സ്വാഭാവികമായി ആ കോൺവെർസേഷൻ അങ്ങോട്ടേക്ക് ഒഴുകും. ഇഫ് യു ഡോണ്ട് വോണ്ട് ടു ഹാവ് എ കോൺവെർസേഷൻ ഓൺ ദാറ്റ് യു ക്യാൻ ഓഫ് കോഴ്സ് അഡോപ്റ്റ് ആൻ അപ്രോച്ച് ആൻഡ് സേ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ധാരണയില്ല, പക്ഷേ എനിക്ക് അറിയാവുന്നത് ഈ കാര്യങ്ങളാണ് ഈ ചോദിച്ചതിനെ പറ്റി, എനിക്ക് തോന്നുന്നത് ഇതാണെന്ന് വളരെ. ഓൾസോ സർ വൺ മോർ ഡൗട്ട്, ലൈക്ക് നമ്മളൊരു കോൺവെർസേഷൻ രീതിക്ക് പോവുകയാണെങ്കിൽ അത് ആർഗ്യുമെന്റേറ്റീവ് ആവാനും ചാൻസ് ഉണ്ടല്ലോ? ഇല്ല. You have to be very conscious not to get into that. That's a mistake I made. Don't get into arguments at all. Never. So, nod along, carry along, and let the conversation flow. സിനോ പിന്നെ അതേപോലെ തന്നെ ഗവൺമെൻറ്റിനെതിരായി നമ്മളൊന്നും സംസാരിക്കാൻ പാടില്ല, പോളിസീസിനെതിരായിട്ട് നമ്മളൊന്നും സംസാരിക്കാൻ പാടില്ല എന്ന് ശ്രദ്ധിക്കണം. ഈസ് ദർ എനി ടോപ്പിക്സ് വിച്ച് വി ഷുഡ് ബി അവെയർ ഓഫ് അവർസെൽഫ്, ലൈക്ക് നല്ലതാവില്ല സംസാരിക്കാൻ എന്നുള്ളത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? യൂഷ്വലി അങ്ങനെ ഒരു ഡിഫിക്കൾട്ട് സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്താറില്ല. ഇതുവരെ ആരും അങ്ങനെ എത്തിയതായി എൻ്റെ അറിവിലില്ല. ദേ ഡോണ്ട് മേക്ക് യു അൺകംഫർട്ടബിൾ ബൈ കോർണറിങ് യു ഓർ സംതിങ്. ദേ ഡോണ്ട് ഡു ദാറ്റ്. Unless you decide to go there, they are not going to push it there. ഇതുവരെ ഇത്രയും വർഷത്തിനിടയിൽ ആർക്കും അങ്ങനെ ഒരു ഗവൺമെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കോർണർ ചെയ്യപ്പെട്ടതായി എനിക്ക് അറിവില്ല. താങ്ക് യു സർ. ഇറ്റ്സ് എ വെരി ഫ്രണ്ട്ലി ഓപ്പൺ എൻഡഡ് കോൺവെർസേഷൻ. സോ അത്തരം ഒരു ടൈറ്റ് സിറ്റുവേഷൻ ഒന്നും വരാറില്ല. So like you said, it's just a conversation. But what we've seen in mock interviews is that when the panelists ask them a question, they respond by saying, sir, I don't know about this thing and I'll further study about it. So like in a conversation, do they require from us that we will study about that thing, or like how is See, if you don't know about it, how can you converse about it? So you say, oh, unfortunately, I don't know. Sometimes I just smiled. I don't know. Smile is also an answer. It's a conversation. So I say, oh, I have no idea. So do they require that we'll study about it, or like? No, nobody. If you don't know about it, you just say you don't know about it. There, see, you are one among the thousands of people. They see. They know very well what's the point of saying I'll study about it. Okay, maybe okay. You can say I'm not very aware. I'll look into it. Sure. Thank you, sir. My question is there any kind of personality which the panel is looking for, such as or an ideal sort of personality? Because many mock interviews of many coaching classes, and they say like, okay, if you respond in such manner, it's a green flag, or that is what they're looking for. So is there any sort of, let's say, or a mold bole, or a framework which they're looking for in a candidate? I don't think there is anything like that, because we can see generally a lot of different kinds of personalities secure very good marks. I would strongly suggest you stick to a very basic framework. Don't mold yourself into another person. Stick to a basic framework of staying within the law and the constitution, maintaining good ethical values, and having a decent amount of knowledge about things, which you will automatically have by virtue of your passing the mains. If you pass the mains, you reach the personality test. By default, you are not the average person. You have a certain degree of command over subjects. So I think you should stick to that basic framework, and that will do you well. എനിക്ക് ചോദിക്കാനുള്ളത്, സാർ പറഞ്ഞല്ലോ നമ്മൾ ജെന്യുവനായിട്ടുള്ള ഹോബി പറയണമെന്ന്. അപ്പോൾ എനിക്കിതായിട്ടും ഒരു ഹോബിയായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഒരു പാട്ട് പാടുന്നോ അല്ലെങ്കിൽ റൈറ്റിങ്ങോ റീഡിങ്ങോ ഒന്നും എനിക്ക് ഹോബിയായിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ ഫ്രീ ടൈമിൽ എൻജോയ് ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ ഹോബി. അപ്പോൾ എനിക്ക് ഹോബിയായിട്ട് തോന്നിയിട്ടുള്ളത് വെഹിക്കിൾ എൻത്യൂസിയാസാണ്. അതൊക്കെ നമുക്കൊരു ഹോബിയായിട്ട് കൊടുക്കാൻ പറ്റുമോ? 100% വെക്കാം. അതിനൊന്നും ഒരു തടസ്സമില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഹോബി എന്താണോ അത് വെച്ചാൽ മതി. അത് വെക്കുന്നതിന് യാതൊരു തടസ്സമില്ല. നമുക്ക് ഈ ഹോബി എന്ന് പറയുന്നത് ഈ ഒരു സംഭാഷണം തുടങ്ങാനുള്ള ഒരു പോയിന്റാണ്. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് ആ ഹോബിയിൽ നിങ്ങൾക്ക് എത്ര താല്പര്യമുണ്ട്, നിങ്ങൾക്ക് വാഹനങ്ങളെക്കുറിച്ച് ഒരു നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ, അൾട്ടിമേറ്റ്ലി എന്തിനാണ് UPSC ഇത് ചോദിക്കുന്നത് പാനല്? നിങ്ങൾക്കൊരു വിഷയത്തിൽ ആഴത്തിൽ പോകാനും അതിനകത്ത് ജെന്യുവനായിട്ടുള്ള ഇൻട്രസ്റ്റ് കൾട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നാണ് നോക്കുന്നത്. അതിനുള്ളൊരു മാധ്യമം മാത്രമാണ് ഈ പർട്ടിക്കുലർ ഹോബി. അപ്പോൾ അത് ഇന്ന സാധനമായിരിക്കണമെന്നോ അങ്ങനെ ഒരു ചട്ടക്കൂടിനകത്ത് നിൽക്കുന്ന ഹോബി ആയിരിക്കണമെന്നൊന്നുമില്ല. എന്ത് വിഷയത്തെക്കുറിച്ചായാലും അതിനെ പരിശോധിക്കാനും പഠിക്കാനും സമീപിക്കാനും ഉള്ള
ഒരു കഴിവ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് മാത്രമേ അവിടെ പരിശോധിക്കപ്പെടുന്നുള്ളൂ. താങ്ക് യു എവരി വൺ.